ഹായ്. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മൈൻഡിലോട്ട് ആദ്യം വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ആഡ് ചെയ്യുന്നു, എന്തൊക്കെയോ ലെസ് ചെയ്യുന്നു, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവമാണല്ലേ. പക്ഷേ ഇനി അതിനൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അപ്പോൾ പിന്നെ പ്രോബ്ലത്തിൻ്റെ എന്തൊരു ട്രിക്ക് പറയാൻ പോകുന്നുള്ളത്. ഇന്ന് നമ്മൾ ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ആ പ്രോബ്ലത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ വേണം എന്താണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും നിങ്ങൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പാസ്ബുക്ക് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലുള്ള ബാലൻസും ക്യാഷ് ബുക്കിൻ്റെ ബാലൻസും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ഒന്നുകൂടെ പറയാം. പാസ്ബുക്കിൻ്റെ ബാലൻസും ക്യാഷ് ബുക്കിൻ്റെ ബാലൻസും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ആക്കാൻ വേണ്ടി അല്ലെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം വെറുതെ ഓക്കെ ഇങ്ങനെ രണ്ടും നമ്മൾ ചെയ്യുന്നു അല്ലെ രണ്ടിൻ്റെ ബാലൻസ് ഈക്വൽ ആയി പോകണം എന്നുള്ളത് മാത്രം പഠിച്ചു വെക്കരുത്. നമുക്ക് എന്താണ് പാസ്ബുക്ക് അല്ലെങ്കിൽ എന്താണ് ക്യാഷ് ബുക്ക് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ഐഡിയ വേണം. അപ്പം സിമ്പിളായിട്ട് പറയുവാണ്, ഞാനൊരു മെഷീനറി വാങ്ങിച്ചു. ഓക്കെ, അത് ഞാൻ ബാങ്ക് വഴിയാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ ബാങ്കിലിരിക്കുന്ന പൈസ എടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ ആ മെഷീനറി വാങ്ങിച്ചത്, അല്ലെങ്കിൽ ചെക്ക് കൊടുത്തിട്ടാണ് ഞാൻ ആ മെഷീനറി വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് നമ്മുടെ ജേർണൽ എൻട്രി എന്നുള്ള രീതിയിൽ, നമ്മളൊരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ജേർണൽ എൻട്രി നമ്മുടെ മൈൻഡിലോട്ട് വരണം. എന്തായിരിക്കും ജേർണൽ എൻട്രി വരുന്നത്? മെഷീനറി അക്കൗണ്ട് അറ്റോ ടു ബാങ്ക് എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ടു ചാപ്റ്റർ 4-ൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് നമ്മളത് റെക്കോർഡ് ചെയ്യും അല്ലേ. മെഷീനറി അക്കൗണ്ട് അറ്റോ ടു ബാങ്ക് എന്നുള്ള രീതിയിൽ ബൈ മെഷീനറി എന്നൊക്കെ എഴുതിയിട്ട് ബാങ്കിൻ്റെ കോളത്തിൽ, ഇപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ ക്യാഷ് കൊടുക്കുമ്പം ചെയ്യാനൊരു കോളവും ഉണ്ട്, ബാങ്ക് വഴി ചെയ്യുമ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതാനൊരു കോളം ഉണ്ട്. അപ്പം ബൈ മെഷീനറി എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ആ ബാങ്ക് കോളത്തിൻ്റെ അകത്ത് എത്ര രൂപയാണെന്നുള്ളത് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും. ആസ് എ ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അവരുടെ ബുക്കിൻ്റെ അകത്ത് എഴുതി വെക്കും, ഓക്കെ ഇന്ന സംഭവം നടന്നു, ഒരു മെഷീനറി ചെക്ക് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലുള്ള പൈസ എടുത്ത് കൊടുത്തിട്ടാണ് ചെയ്തതെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, അത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാഷ് ബുക്ക് എന്നുള്ളത്. നമ്മളത് കഴിഞ്ഞ ചാപ്റ്ററിലെല്ലാം ഫുള്ളായിട്ട് നിങ്ങൾക്ക് അത് അറിയാവുന്ന സംഭവമാണ്. അപ്പോൾ എന്തായിരിക്കും ഈ പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ബാങ്ക് ത്രൂ ആണോ ഈ ട്രാൻസാക്ഷൻ നടത്തിയത്. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബാങ്ക് കാണും. ഫോർ എക്സാമ്പിൾ പറയുകയാണ് എൻ്റെ ബാങ്ക് SBI ആണ്. അപ്പം SBI ത്രൂ ആണ് ഈ പറയുന്ന മെഷീനറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ SBIക്കാരും അല്ലെങ്കിൽ ബാങ്കുകാരും ഒരു റെക്കോർഡ് അവർ കീപ്പ് ചെയ്യും. ഇങ്ങനൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഇയാൾ ഇത്ര രൂപ എടുത്തു കൊടുത്ത് അയാളുടെ അക്കൗണ്ട് തന്നെയാണ്, അയാളുടെ പൈസ തന്നെയാണ്. പക്ഷെ സ്റ്റിൽ ആ അക്കൗണ്ട് ഹോൾഡർ ആരാണോ അയാൾ എന്ത് ട്രാൻസാക്ഷൻ നടത്തിയാലും, വാങ്ങിക്കുന്നതാണെങ്കിലും വിൽക്കുന്നതാണെങ്കിലും, പൈസ പോകുന്നതും വരുന്നതും ബാങ്കുകാരും അതേപോലെ നമ്മൾ എങ്ങനെ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു അതേപോലെ ബാങ്കിലുള്ളവരും അല്ലെങ്കിൽ ബാങ്കുകാരും അവരുടെ ഒരു ബുക്കിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കും. ഇപ്പം നമ്മളിവിടെ മെഷീനറി അക്കൗണ്ട് അറ്റോ ടു ബാങ്ക് എന്നുള്ള രീതിയിൽ പൈസ പോയി എന്നുള്ള രീതിയിൽ എഴുതുന്നുണ്ടോ, അത് ബാങ്ക് കോളത്തിൽ നമ്മൾ എഴുതുന്നുണ്ടോ, അതേപോലെ ഈ ബാങ്കുകാരും ഓക്കെ ഇന്ന ആൾ ഇന്ന അക്കൗണ്ട് ഹോൾഡർ ആയ ആൾ ഇയാൾ ഇത്ര രൂപ കൊടുത്ത് മെഷീനറി വാങ്ങിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവിടെ അവരും റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇത് സെയിം ട്രാൻസാക്ഷൻ തന്നെയാണ്. മെഷീനറി വാങ്ങിച്ചു എന്നുള്ളത് ബാങ്ക് ത്രൂ വാങ്ങിച്ചു എന്നുള്ള സെയിം ട്രാൻസാക്ഷൻ ആണ്. അതിന് സെയിം എമൗണ്ട് ആയിരിക്കാം ബിസിനസ്സുകാരും എഴുതുന്നത് ബാങ്കുകാരും എഴുതുന്നത്, രണ്ടുപേരും സെയിം എമൗണ്ട് തന്നെയാണ്, കാരണം സെയിം ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പം ഒരു മന്ത് എൻഡ് ആകുമ്പോഴോ അല്ലെങ്കിൽ ഇയർ എൻഡ് ആകുമ്പോഴോ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസും പാസ്ബുക്കിൻ്റെ ബാലൻസും എപ്പോഴും ഈക്വൽ ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. പക്ഷെ അത് ഈക്വൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെയോ എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. സോ അങ്ങനെ വരുന്ന എറേഴ്സ് റെക്ടിഫൈ ചെയ്യാൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് കറക്റ്റ് ആക്കാൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ബിസിനസ്മാൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അവരുടെ സൈഡിൽ നിന്ന് ഓക്കെ എത്ര രൂപ പോയി അല്ലെങ്കിൽ എത്ര രൂപ വന്നു എന്നുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ അവർക്ക് കിട്ടാൻ വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞത്. പക്ഷെ പാസ്ബുക്കോ ഏത് ബാങ്ക് വഴിയാണോ അവർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത് ആ ബാങ്കുകാരും അവരും റെക്കോർഡ് ചെയ്ത് വെക്കും ഇന്ന സംഭവങ്ങൾ നടന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ പാസ്ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ബാങ്ക് എന്നുള്ള രീതിയാണ്. ഇനി
ഇതാണ് പാസ്ബുക്കിൻ്റെ ഒരു ഇത്. നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ ഒക്കെ എന്തായാലും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ കാണത്തില്ലായിരിക്കാം. ജസ്റ്റ് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പാസ്ബുക്ക് ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പൈസ പോയതും വന്നതും എല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് നോട്ട് ചെയ്ത് വെക്കും. ആൻഡ് നിങ്ങൾ നോക്കിയാൽ മതി, ഇതൊരിക്കലും നിങ്ങളുടെ പാരൻസ് എടുത്തിട്ട് കൈവച്ചിട്ട് എഴുതുന്ന ഒരു സംഭവം ആയിരിക്കത്തില്ല. ഇത് ബാങ്കുകാർ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സംഭവമാണ്. അതേപോലെ ക്യാഷ് ബുക്ക് എന്നുള്ള രീതിയിൽ വരുമ്പം ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ക്യാഷ് ബുക്ക്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ ഇത് പഠിച്ചിട്ടുള്ളതുമാണ്. ക്യാഷ് ബുക്കിൻ്റെ അകത്ത് തന്നെ ക്യാഷ് കോളവും ഉണ്ട്, ബാങ്ക് കോളവും ഉണ്ട്. അതിൽ ബാങ്ക് കോളത്തിലായിരിക്കാം ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. സോ ഒരു ബിസിനസ്സുകാരൻ ഈ പറഞ്ഞ പോലെ ക്യാഷ് ബുക്കിൻ്റെ അകത്ത് അവരുടെ ഇത് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതെല്ലാം എഴുതും. എന്നാൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ സെയിം സംഭവങ്ങൾ അവർ പാസ്ബുക്കിലായിരിക്കും ഇതേപോലെ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇതാണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ക്യാഷ് ബുക്ക് പാസ്ബുക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതെന്താണെന്നുള്ളൊരു കൃത്യമായിട്ട് ഐഡിയ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ആ സെയിം ട്രാൻസാക്ഷൻസ് തന്നെ ബാങ്കുകാർ അവരുടെ ബുക്കിൻ്റെ അകത്ത് അവർ റെക്കോർഡ് ചെയ്ത് നോക്കി ഇന്ന ട്രാൻസാക്ഷൻസ് നടന്നു എന്നുള്ളത്. സോ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം എന്താണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്യാഷ് ബുക്ക് ബാലൻസിലും പാസ്ബുക്ക് ബാലൻസിലും വരുന്ന ഡിഫറൻസ്, അല്ലെങ്കിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.